ദുർഗന്ധം കാരണം സ്വന്തം വീടിന്റെ ജനാല പോലും തുറന്നിടാനാകാത്ത അവസ്ഥയിലാണ് കാസർഗോഡ് അനന്തപുരത്തെ ജനങ്ങൾ. സമീപത്തെ വ്യവസായ മേഖലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ മലിനമാക്കി. ദൈനംദിന ജീവിതം ദുസ്സഹമായതോടെ മലിനീകരണത്തിനും ദുർഗന്ധത്തിനും അടിയന്തര പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. കാസർഗോഡ് പുത്തിക പഞ്ചായത്തിൽ വ്യവസായ പാർക്ക് വന്നപ്പോൾ ആദ്യം സന്തോഷിച്ചത് അനന്തപുരത്തെ പ്രദേശവാസികളാണ്. പിന്നീട് വ്യവസായ പാർക്കിലെ പല സ്ഥാപനങ്ങളും യാതൊരു നിയമവും പാലിക്കാതെ പ്രവർത്തിച്ചതോടെ ഇതിനു ചുറ്റുപാടുമുള്ള 2000-ലധികം വരുന്ന കുടുംബങ്ങൾ ദുരിതത്തിലായി. ഇവിടെ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് തോന്നുംപടി പ്രവർത്തിച്ചതോടെ ദുർഗന്ധപൂരിതമായി. തുടർന്ന് തുടർച്ചയായ സമരപരമ്പരകൾ. ശേഷം കോഴിമാലിന്യത്തിന്റെ ദുസ്സഹമായ ദുർഗന്ധം അല്പം കുറഞ്ഞതിന് പിന്നാലെയാണ് പുതിയ പ്രതിസന്ധി വന്നുപെട്ടിരിക്കുന്നത്. പ്രദേശത്തെ ഒരു ഓയിൽ കമ്പനിയിൽ നിന്നുള്ള ദുർഗന്ധം കാരണം പ്രദേശത്തെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതം വീണ്ടും ദുരിതത്തിലായിരിക്കുന്നു. കുടിവെള്ളവും ജലസ്രോതസ്സുകളും ഉൾപ്പെടെ മലിനമാകുന്നതായും നാട്ടുകാർ ആരോപിച്ചു. മുമ്പ് എന്ന് പറയുന്നത് ഒരു 2 കിലോമീറ്ററിൻ്റെ അകത്താണ് സ്മെല്ലുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 10 കിലോമീറ്ററിൻ്റെ ദൂരം ചുറ്റളവിലാണ് ഈ കരിയോയിലിൻ്റെ സ്മെല്ല് വരുന്നത്. ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. വീട്ടിൻ്റെ അകത്തൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. വീട്ടിലേക്ക് ഡോറ് തുറന്ന് വെക്കാൻ, ജനൽ തുറന്ന് വെക്കാൻ പറ്റുന്നില്ല. ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കേണ്ടത് ജില്ലാ കളക്ടറും വ്യവസായ കേന്ദ്രവുമാണ്. അപ്പോൾ അവർ ഇതിന് വേണ്ടി കൺ തുറന്നാൽ മാത്രമേ നമുക്ക് ഇതിന് ശാശ്വത പരിഹാരം ലഭിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് ഇതിന് ഇവരെ ഒരു വിശ്വാസത്തിലെടുക്കാനും പറ്റുന്നില്ല. കാരണം ഞങ്ങൾ 4 വർഷമായി നിരന്തരം സമരത്തിലൂടെ നമ്മൾ പോകുമ്പോഴും നമുക്കിത് ശാശ്വത പരിഹാരം അവർ കണ്ടിട്ടില്ല. കാരണം വ്യവസായം അവർ വർദ്ധിപ്പിക്കുക എന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി ഗ്രാമപഞ്ചായത്ത് സ്ഥാപന നടത്തിപ്പ് താൽക്കാലികമായി അവസാനിപ്പിക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും ഇത് ശാശ്വത പരിഹാരമല്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. യാതൊരു സുരക്ഷാ സംവിധാനങ്ങളോ അടിസ്ഥാന മാലിന്യ സംസ്കരണ രീതികളോ പിന്തുടരാതെയാണ് പല വ്യവസായ സ്ഥാപനങ്ങളും ഈ വ്യവസായ പാർക്കിൽ പ്രവർത്തിക്കുന്നതെന്ന് ജനങ്ങൾ ആരോപിച്ചു. എന്നാൽ ദുസ്സഹമായ ദുർഗന്ധം നിയന്ത്രിക്കാൻ കമ്പനി തയ്യാറാകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് ഇറങ്ങാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. ഈ വിഷയം ജനകീയ സമരസമിതി പ്രവർത്തകർ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ BJP ജില്ലാ കമ്മിറ്റി പ്രത്യക്ഷ സമരവുമായി രംഗത്തുണ്ട്. സാധാരണ ദൈനംദിന ജീവിതം പ്രദേശത്തുകാർക്ക് അസാധ്യമാവും വിധമാണ് ഈ ഓയിൽ കമ്പനികളിൽ നിന്ന് വരുന്ന ദുർഗന്ധമെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത് സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടത്തെയൊക്കെ തന്നെ പരാതി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത് ഇടപെട്ട് അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഈ അനന്തപുരത്തെ നാട്ടുകാരുടെ ആവശ്യം. അനന്തപുരത്തു നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.